ശ്രീ ടി എസ് ഗോപകുമാർ അദ്ദേഹം സിൻഡിക്കേറ്റ് അംഗമാണ്, അദ്ദേഹം BJP പ്രതിനിധിയാണ്. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. വിദ്യാർത്ഥികളാണ് വലയുന്നത്. ഇതിപ്പോൾ ആരാണ് യഥാർത്ഥ രജിസ്ട്രാർ എന്ന് അറിയണമെങ്കിൽ കോടതിയിൽ പോകുവാനേ രക്ഷയുള്ളൂ. അതിനൊട്ട് ശ്രമിക്കുന്നുമില്ലല്ലോ വൈസ് ചാൻസലറും. കേരള സർവകലാശാലയില് ഭരണപ്രതിസന്ധി ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറാണ് ഒന്നാമത്. രണ്ടാമത് ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് ധരിക്കുന്ന ചില ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ദൈനംദിനം കേരള സർവകലാശാലയുടെ പ്രവർത്തനത്തിൽ ഇടപെടുകയാണ്. അവര് ചില യൂണിയൻ നേതാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഫയലുകൾ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ഫയലുകൾ മൂവ് ചെയ്യണം. ആ തരത്തിലുള്ള അനാവശ്യമായ ഇടപെടലും നിർദ്ദേശങ്ങളും കൊടുക്കുന്നത് കൊണ്ടാണ് സർവകലാശാലയിൽ ഇപ്പോൾ ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നത്. സർവകലാശാലയുടെ സിൻഡിക്കേറ്റ്, അതേപോലെ തന്നെ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, ഇവർക്കൊക്കെ കൃത്യമായ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ആ സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന സമയത്താണ് സിൻഡിക്കേറ്റ് അധികാരമുള്ളത്. അല്ലാതെ രാവിലെ ഓരോ സിൻഡിക്കേറ്റ് അംഗവും എനിക്കാണ് പരമാധികാരം എന്നുള്ള നിലയില്. പക്ഷേ ഇവിടെ ഗോപകുമാർ, മറ്റൊരു കാര്യം, ഇതിലൊരു നിയമപരീക്ഷ തേടൂ, അതും തേടുന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം ശരിയാണ് എന്ന് അവർക്ക് വാദിക്കാൻ അവസരമുണ്ടായത്. അല്ല, സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞിട്ടുണ്ട്. സിൻഡിക്കേറ്റിന് അങ്ങനെ ഒരു അധികാരമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? രണ്ട് രജിസ്ട്രാർമാർ വന്നിരിക്കുകയാണ് സർവകലാശാലയിൽ. അത് ആര് തീരുമാനമെടുക്കും എന്നുള്ളത് തർക്കമാണ്. ഇതിന്റെ കുട്ടിക്കളിയാണോ ഇത്? ഇതിപ്പോൾ എന്താണ്? കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടേണ്ട ഒരു സമയമാണ്. ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടക്കേണ്ട ഒരു സമയമാണ്. നടക്കുന്നില്ല. അല്ല, ഈ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രം മതിയോ? സർവകലാശാലയിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഉത്തരവാദിത്വം കാണിക്കൂ. ഇത് കുട്ടികളുടെ ഭാവിയാണ് നശിപ്പിക്കുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചട്ടെ. നമ്മളെ സർവകലാശാലയുടെ ഒരു നിയമപ്രകാരം സർവകലാശാലയിൽ ദൈനംദിനം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഇടപെടാൻ എന്ത് റേറ്റ് ആണ്? അവിടെ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ ഇത് ചെയ്യൂ, ഫയൽ ഇന്ന രജിസ്ട്രാർക്ക് അയച്ചു, സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർക്ക് ഫയൽ കൊടുക്കുമെന്ന് സെക്ഷനിൽ പോയി ഭീഷണിപ്പെടുത്തുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഇത് ഏത് ചട്ടമാണ്? ഞാനും ഒരു സിൻഡിക്കേറ്റ് അംഗമാണ്. ഞാൻ രാവിലെ പോയിട്ട് യൂണിവേഴ്സിറ്റിയിലെ ഓരോ സെക്ഷൻ ചെന്നിട്ട് ഇന്നാർക്ക് ഞാൻ പറയുന്നതനുസരിച്ച് എനിക്ക് അങ്ങനെ റൈറ്റ് ഉണ്ടോ? ഇതൊന്നും വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട കാര്യമില്ല ശ്രീ ഗോപകുമാർ. ഞാൻ മുരളീധരനോട് കൂടിയാണ് ഇത് പറയുന്നത്. ഇതൊന്നും വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട കാര്യമില്ല. അവർ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ തരുവാൻ അങ്ങനെ തടസ്സപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഉൾപ്പെടെ തടസ്സപ്പെട്ടിട്ടില്ലേ? വിദ്യാർത്ഥികൾ അറിയണം. കാരണം ഒരു സർവകലാശാല എന്ന് പറഞ്ഞാൽ അങ്ങനെ കേവലം പറഞ്ഞു പോകാവുന്നതല്ല. മഹാരാജാവിന്റെ കാലത്ത് തുടങ്ങിയ ഏതാണ്ട് 90 വർഷത്തെ പാരമ്പര്യവും പഴക്കമുള്ള ഒരു സർവകലാശാല രാഷ്ട്രീയ പകപോക്കലിന്റെ അല്ലെങ്കിൽ മൽപ്പിടുത്തത്തിന്റെ വേദിയായിട്ട് മാറുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ അറിയണം. അതുകൊണ്ടാണ് അത് ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങളിപ്പോൾ ഈ കാര്യത്തിൽ സമീപിക്കുന്നുണ്ട്. പക്ഷേ കയ്യാങ്കളിയിലൂടെ, കയ്യൂക്കിലൂടെ, അക്രമത്തിലൂടെ സർവകലാശാലയുടെ ഭരണം വഴിതിരിച്ചു വിടുന്നു, അതിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിന്റെ പിന്നിലെ ഗൂഢോദ്ദേശം എല്ലാവർക്കും അറിയാം. ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരള സർവകലാശാലയുടെ കാര്യം മാത്രമല്ലോ, മറ്റ് സർവകലാശാലകളിൽ ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ കോടതി വിധി ചാൻസലർക്കെതിരാണ്. അവിടെ സർക്കാരിന് പാനൽ നൽകാം. അപ്പീൽ ഉണ്ടാവുമോ രാജ്ഭവനിൽ നിന്ന്? അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പീൽ ഉണ്ടാകുമോ എന്നുള്ളത് രാജ്ഭവനാണ് വ്യക്തമാക്കേണ്ടത്. ഇപ്പൊ എല്ലാ കേസിലും എല്ലാ നിലപാടുകളും പൂർണ്ണമായിട്ട് ശരിയൊന്നും ഞാനും വാദിക്കുന്നില്ല, ആരും വാദിക്കുമെന്ന് കരുതുന്നില്ല. പക്ഷേ അപ്പോൾ സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണല്ലോ. ഈ പാനൽ ഉണ്ടാക്കുമ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് ഏത് രീതിയിലായിരിക്കണമെന്ന് 2 സെർച്ച് കമ്മിറ്റികൾ വന്ന സ്ഥിതിവിശേഷമുണ്ട്. എനിക്ക് തോന്നുന്നത് അത് KTUവിലായിരുന്നു തോന്നുന്നു അല്ലേ? അല്ല, കേരള സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാൻ രാജ്ഭവന്റെ നിർദ്ദേശാനുസരണം, ചാൻസലറുടെ നിർദ്ദേശാനുസരണം വൈസ് ചാൻസലർ അജണ്ട വെച്ച് യോഗം വിളിച്ച ആ യോഗം അലങ്കോലപ്പെടുത്താൻ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് ഇടപെട്ട ചരിത്രം നിങ്ങൾക്ക് അറിയുമല്ലോ. സ്ഥിരമായിട്ട് വൈസ് ചാൻസലർ വേണമെന്ന് ഇപ്പൊ പുറത്തു നിന്ന് മറുപടി കൂട്ടുന്നവരാണ്. അതിന് ചാൻസലർ കൈക്കൊണ്ട തീരുമാനങ്ങളെ തുരങ്കം വെച്ച് തകർക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് കേരള സർവകലാശാലയിൽ എത്തി. അത് കേരളം പൊതുസമൂഹം കണ്ടതാണ്, മുഴുവൻ ലോകം കണ്ടതാണ്. അപ്പൊ ആ സമയത്ത് ഒരു ഭാഗത്ത് എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചാൻസലർ നടപടികളെ കുറ്റപ്പെടുത്തുന്നു. സ്ഥിരം വൈസ് ചാൻസലർ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിന് ബഹുമാനപ്പെട്ട ചാൻസലർ തന്നെ മുൻകൈ എടുക്കുകയും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അതിന് തുരങ്കം വെക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വൈസ് ചാൻസലർ ഇല്ലാത്തതിന്റെ അല്ലെങ്കിൽ സ്ഥിരം VC-മാരില്ലാത്തതിന്റെ ഉത്തരവാദിത്വം രാജ്ഭവന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ ഇതൊക്കെ എല്ലാവരും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അല്ല, ഇതിൽ നിയമപ്രകാരം ഈ പാനലിൽ നിന്നുള്ള നിയമനമാണ് വേണ്ടത്. പാനലിൽ നിന്ന് നിയമിക്കുമ്പോൾ അവിടെ ഇടത് അനുഭാവികൾ വരും എന്നുള്ളതാണ് ചാൻസലറുടെ പ്രശ്നം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അതിനെ എതിർക്കുന്നത്. ശ്രീ മുരളീധരൻ, ഇനിയിപ്പോൾ പാനലിൽ നിന്ന് എടുത്താൽ തന്നെ അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായ ആൾ വരും. അതാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇതിൽ അവസാനം വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ തർക്കം കാരണം വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രശ്നമുണ്ടാകും. വിദ്യാർത്ഥികൾ അറിയണം